ഹലോ, ഞാൻ സുലു. ഇന്ന് വാൻഡ ഓർക്കിഡ്സിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. പൂക്കളിൽ ഏറ്റവും ഭംഗിയുള്ള ഓർക്കിഡല്ല വാൻഡ ഓർക്കിഡ് എന്ന് പറഞ്ഞാൽ. എല്ലാ ഓർക്കിഡ്സും നല്ല ഭംഗിയുള്ള തന്നെയാണ്. എന്നാൽ കാഴ്ചയിൽ വലുപ്പവും ചെടിയും വലുപ്പം തന്നെ, അതുപോലെ നല്ല ലോങ് ലൈഫായിട്ട് ഒരുപാട് നാൾ നിൽക്കുന്ന പൂക്കളിലൊന്നാണ് വാൻഡ ഓർക്കിഡ്സ് എന്ന് പറയുന്നത്. ഇത് കണ്ടില്ലേ, ഇതിവിടെ വലിയ ഒരു ഫ്ലവറാണ്. കണ്ടില്ല, അതിൻ്റെ വലിപ്പം കണ്ടോ? ആദ്യമൊക്കെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ വന്നെങ്കിൽ പിന്നെ അതിൻ്റെ ലൈഫ് വലുതാണ്. അതായത് അതിൻ്റെ ആയുസ് ഒരുപാട് വർഷം പഴക്കമുള്ള ഓർക്കിഡാണെങ്കിൽ ഒരുപാട് വലിയ വലിയ ഹെൽത്തി ആയിട്ടുള്ള വലിയ കൊലയായിട്ടാണ് പൂക്കൾ വിരിയുന്നത്. ഈ ഒരു ഓർക്കിഡ് ഞാൻ വാങ്ങിയ സമയത്താണെങ്കിൽ 2-3 പൂക്കളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് കണ്ടില്ല, ഇപ്പോൾ ഇത് നല്ല പഴക്കമുള്ള അതായത് ഒരു 4-5 വർഷത്തിൽ കൂടുതൽ ഏജുള്ള ഒരു പ്ലാന്റാണ്. അപ്പോഴേക്കും കണ്ടില്ല, അടുത്ത ഫ്ലവർ വന്നപ്പോഴേക്കും നല്ല ഹെൽത്തി ആയിട്ട് ഇത്രയും പൂക്കളാണ് തന്നത്. വാൻഡ ഓർക്കിഡ്സിൻ്റെ ഇലകളും വ്യത്യാസമുണ്ട് അല്ലേ? മൊക്കാറയുടെയൊക്കെ പോലെ തന്നെ ഒരു രൂപത്തിലാണ് വാൻഡ ഓർക്കിഡ്സിൻ്റെ ഇലകൾ. പക്ഷേ കുറച്ചും കൂടെ വീതിയും കട്ടിയൊക്കെ ഉണ്ടാവും മൊക്കാറയെക്കാട്ടി. അതുപോലെ തന്നെ ഇതിൻ്റെ വേരുകളുണ്ട്, ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന വേരുകളാണ് ഒരു ബാസ്ക്കറ്റിനകത്ത് അല്ലേ. അതുകൊണ്ടാണ് ഇതിന് ബാസ്ക്കറ്റ് വാൻഡ എന്ന് പേര് പറയുന്നത്. ഒരുപാട് ടൈപ്പ് വാൻഡകൾ ഇപ്പോൾ ഉണ്ടല്ലേ. ഡയറക്റ്റ് വാൻഡ, പെൻസിൽ വാൻഡ, അങ്ങനെ ഒരു ബാസ്ക്കറ്റ് വാൻഡ, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഓർക്കിഡ്സ്. വാൻഡയിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട്. ഇലയിലും പൂക്കളുടെയും ഷേപ്പ് അനുസരിച്ചിട്ട് അതിൻ്റെ തന്നെ മിനിയേച്ചർ വെറൈറ്റിയും ഒരുപാട് ഇപ്പോൾ നമുക്ക് കിട്ടാനുണ്ടല്ലേ. വർഷത്തിൽ ഒരു 3-4 ഫ്ലവറൊക്കെ വാൻഡ ഓർക്കിഡ്സ് തരും. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണെങ്കിൽ. അതുപോലെ തന്നെ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2-3 അതിൻ്റെ ആയുസ് കിട്ടും. ചിലപ്പോൾ 6 മാസം വരെ നിൽക്കുന്ന പ്ലാന്റ് വരെയുണ്ട്. വാൻഡ ഓർക്കിഡ്സ് ഉണ്ടല്ലോ, ഒറ്റ തണ്ടിലാണ് ഇങ്ങനെ വളരുക. അതിന് നല്ലോണം കുറേ ഏരിയ റൂട്ട്സും കാണും. അതുപോലെ ഒരു തണ്ടിൽ തന്നെ വളരും. അങ്ങനെ മുകളിലോട്ട് പ്രായം കൂടുന്നതനുസരിച്ച് അതിൻ്റെ അതിൻ്റെ ഏജ് അനുസരിച്ച് മേലോട്ട് ഒരുപാട് വളർന്നു വരും അല്ലേ. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇങ്ങനെ നമുക്ക് ഓരോ ഇതിൽ പൂക്കൾ വന്നു തുടങ്ങുന്നത്. അതിൻ്റെ ചുവട്ടിൽ തന്നെ തൈകളും വരും. വാൻഡയുടെ ഭംഗി പോലെ തന്നെയാണ് അതിൻ്റെ റേറ്റും ഇച്ചിരി കൂടുതലാണ്. ബാക്കിയുള്ള ഓർക്കിഡിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ റേറ്റ് കൂടുതലാണ്. കാരണം അതിൻ്റെ സൈസ് വലുപ്പവും അതിൻ്റെയൊക്കെ ക്വാളിറ്റി അനുസരിച്ച് അതിൻ്റെ റേറ്റിന് ഇച്ചിരി ബാക്കി ഓർക്കിഡ്സിനെക്കാട്ടി ഇച്ചിരി റേറ്റ് കൂടുതലുണ്ടല്ലേ. അപ്പോൾ ഏതൊരു ഓർക്കിഡിനെ പോലെ ഫെർട്ടിലൈസർ ഇതിനും കൊടുക്കാവുന്നതാണ്. നമുക്ക് നാച്ചുറലായ ഫെർട്ടിലൈസറൊക്കെ ഈ റൂട്ടിലും പ്ലാന്റ് മൊത്തമായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഫെർട്ടിലൈസറിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, എല്ലാവരും കണ്ടു നോക്കണം. അതുപോലെ തന്നെ കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസർ ആണെങ്കിൽ പൂക്കൾ വരാനുള്ളതാണെങ്കിൽ നമ്മൾ ഇപ്പോൾ മെച്യൂർഡ് ആയിട്ടുള്ള ഇതുപോലത്തെ ചെടികളാണെങ്കിൽ പൂ വരാനുള്ള ഫെർട്ടിലൈസർ കൊടുക്കണം. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ഒരുപാട് തൈകൾ, അതായത് നമ്മുടെ സീഡ്ലിങ്സുകൾ അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ സീഡ്ലിങ്സുകളാണെങ്കിൽ ഇതുപോലെ ഗ്രോത്തിനുള്ള ഫെർട്ടിലൈസർ വേണം കൊടുക്കാനായിട്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് നല്ല ഓർഗാനിക് ആയിട്ടുള്ള എല്ലാ ഫെർട്ടിലൈസറും നമുക്ക് വേരുകൾക്ക് നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഓർക്കിഡ്സ് ഒന്നും സീസണൽ ചെടിയല്ല. പ്രത്യേകിച്ച് നമ്മുടെ ഫെലോപ്സിസിനൊക്കെ കൂടുതലും നവംബർ-ഡിസംബർ ടൈമിലൊക്കെ ഫ്ലവറിങ് ടൈം കുറച്ചും കൂടെ നന്നായി കിട്ടുന്ന പോലെ. പക്ഷേ വാൻഡ ഓർക്കിഡ്സിന് അങ്ങനെ സീസണൊന്നുമില്ല. ഒരു ഫ്ലവർ കഴിഞ്ഞ് ഒരു 2-3 മാസത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും അടുത്ത ഫ്ലവർ വരുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ സീസൺ ഫ്ലവറായിട്ട് നമ്മൾ വാൻഡയെ കാണുന്നില്ല. ഒരു വട്ടം ഫ്ലവർ വിരിഞ്ഞത് 6 മാസം വരെ നിൽക്കാനുള്ളതുണ്ട്. അതിൻ്റെ നമ്മുടെ കെയറിങ് പോലെ. ഇപ്പം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ പൂക്കളിലൊക്കെ ഒരുപാട് വെള്ളം വീഴുകയാണെങ്കിൽ അതിൻ്റെ ലൈഫ് അതിനനുസരിച്ച് കുറയും. പെട്ടെന്ന് അതിൻ്റെ പൂക്കൾ കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ പൂക്കളിലൊക്കെ ഏത് ഓർക്കിഡ്സിൻ്റെയും വെള്ളം വീഴാതെ ശ്രദ്ധിക്കണം. ഇതിൽ ഒരുപാട് റൂട്ട് കണ്ടില്ല, ഇങ്ങനെ താഴോട്ട് വളർന്നു വരും. അതിൽ ചിലപ്പോൾ ബ്രൗൺ ഷെയ്ഡായിട്ടുള്ള റൂട്ടുകളാണ്, വെള്ളയായിട്ടുള്ള കണ്ടില്ല ഇങ്ങനത്തെ വേരുകളാണ്. നല്ല ഹെൽത്തി റൂട്ടുകൾ, നല്ല ആരോഗ്യമുള്ള റൂട്ടുകൾ നമുക്ക് ഏത് ഓർക്കിഡ്സിൽ കാണുമ്പോഴും നല്ല വെള്ള ഷെയ്ഡായിരിക്കും. അതാണ് നല്ല ആരോഗ്യമുള്ള റൂട്ടുകൾ എന്ന് പറയുക. ഇതുപോലെ ബ്രൗൺ, പിന്നെ അതിൻ്റെ ലൈഫ് കഴിഞ്ഞ കുറേ റൂട്ടുകൾ കാണും. അപ്പോൾ അതൊക്കെ ബ്രൗൺ ഷെയ്ഡ് അല്ലെങ്കിൽ കറുത്ത ഷെയ്ഡായിട്ടൊക്കെ നിൽക്കും. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി വിട്ടാൽ നന്നായിരിക്കും. ഇതിൻ്റെ പ്രോപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഈ ഒരു വാൻഡ ഓർക്കിഡിൽ നമുക്ക് 2 സൈഡിൽ നിന്നും തൈകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതപ്പോൾ അതുപോലെ നമുക്ക് മെച്യൂർഡ് ആയിട്ടുള്ള വാൻഡയ്ക്ക് ചോട്ടിൽ നിന്ന് തൈകൾ ഇങ്ങനെ വരും. അല്ലെങ്കിൽ ചിലർ കട്ടിങ് പ്രോപ്പഗേഷനും ചെയ്യാറുണ്ട്. അതായത് റൂട്ട് വേണം, ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള 2 റൂട്ടെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കട്ടിങ് ആയിട്ട് പ്രോപ്പഗേറ്റ് ചെയ്യാൻ പാടുള്ളൂ. മൊക്കാറയ്ക്ക് നമുക്ക് ഇടയിൽ നിന്നൊരു കുഞ്ഞ് റൂട്ട് വരുന്നത് നമ്മൾ കട്ട് ചെയ്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യും അല്ലേ. പക്ഷേ വാൻഡയ്ക്ക് നമ്മൾ അങ്ങനെ
കട്ടിങ് എടുക്കുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കേണ്ടത് റൂട്ട് വേണം. നമുക്ക് ഏതൊരു ഓർക്കിഡ്സിന് റൂട്ട് ഉണ്ടെങ്കിലാണ് നല്ല ഹെൽത്തി ആയിട്ട് ഗ്രോത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വാൻഡ ഓർക്കിഡ്സിന് ഇങ്ങനെ കീസ് കുറേ തൈകൾ അതിൻ്റെ ചോട്ടിൽ നിന്ന് വരും. അപ്പോൾ അത് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ തൈകൾ നമ്മുടെ ഡെൻഡ്രോബിയം പോലെ ഒരുപാട് തൈകളൊന്നും ഇതിനകത്ത് ഇങ്ങനെ കിളിക്കത്തില്ല. നല്ല മെച്യൂർഡായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഓർക്കിഡ്സിൽ പതുക്കെ തൈകൾ ഉണ്ടാവുള്ളൂ. ഇത് കണ്ടിട്ട് നല്ലൊരു യെല്ലോയിൽ ഡോട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇതിപ്പോൾ 3ാമത്തെ ഫ്ലവറാണ് ഈ വരുന്നത്. അപ്പോൾ ഓരോ സൈഡിൽ നിന്ന് കണ്ടില്ലേ, ലീഫിൻ്റെ ഇടയിൽ നിന്ന് ഓരോ സൈഡിൽ നിന്നാണ് നമുക്കിങ്ങനെ സ്പൈക്ക് കിട്ടുക. ഈ ഒരു വാൻഡയും കണ്ടില്ലേ, മറ്റേ വാൻഡയെ പോലെ അല്ല, ഇതിൻ്റെ ലീഫിന് നല്ല വ്യത്യാസമുണ്ടല്ലേ, നല്ല വീതി കുറഞ്ഞ ലീഫാണ്. പക്ഷേ ഇങ്ങനത്തെ വാൻഡയുടെ പ്രത്യേകത പറഞ്ഞാൽ കുറച്ചും കൂടെ കെയർ കുറവായിരിക്കും, അതുപോലെ പെട്ടെന്ന് ഫ്ലവർ ഉണ്ടാവുകയും ചെയ്യും. വാൻഡ ഓർക്കിഡ്സിന് വെയിൽ അത്ര വിഷയമുള്ളൂ. എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്കത്തെ വലിയ വെയിൽ അടിച്ച ചിലപ്പോൾ ഇലകളൊക്കെ മഞ്ഞ ഷെയ്ഡായിട്ട്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കടും ചൂടിലൊന്നും വെയിലത്ത് ഡയറക്റ്റ് വയ്ക്കാൻ പാടില്ല. നമ്മുടെ സെമി ഷെയ്ഡ് ഏരിയ, അതായത് നമ്മുടെ UV ഷീറ്റിൻ്റെ ഏരിയയിലൊക്കെ ചൂടടിച്ചിട്ടൊക്കെ, അല്ലെങ്കിൽ രാവിലത്തെയൊക്കെ നല്ല ഇളം വെയിൽ കിട്ടുന്ന ഏരിയയിലൊക്കെ വെച്ചാൽ നല്ല രീതിയിൽ പൂക്കൾ തരുന്നതാണ് വാൻഡ ഓർക്കിഡ്സ്. അതുപോലെ ഒരുപാട് ഷെയ്ഡിലൊന്നും വെക്കരുത്. ഷെയ്ഡിൽ വെച്ചാൽ പ്ലാന്റ് നന്നായി വളരും, പക്ഷേ അതിന് പൂക്കൾ വരാൻ വളരെ താമസിക്കും. വാൻഡ ഓർക്കിഡ്സിൻ്റെ വേറൊരു പ്രത്യേകതയാണ്, നമ്മൾ ബാക്കിയുള്ളതിന് തൊണ്ടും ചകിരിയും എല്ലാം ഉപയോഗിക്കുമ്പോൾ ഇതിന് ഒരു മീഡിയവും വേണ്ട. അതിനിങ്ങനെ കുറേ നല്ല ഹ്യൂമിഡിറ്റി, നല്ല കാറ്റും വെട്ടവും വെള്ളവും ഒക്കെ നല്ല ആവശ്യത്തിന് കിട്ടുകയാണെങ്കിൽ അതിനൊരു മീഡിയം വേണ്ട. ഇങ്ങനെ റൂട്ട് ഇങ്ങനെ തൂങ്ങി കിടന്നാൽ നല്ല രീതിയിൽ വളരും. ചിലവരൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട് അടിയിൽ ടബും കുളം അങ്ങനെ നമ്മുടെ ഗപ്പിയുടെയോ അല്ലെങ്കിൽ ആമ്പൽ കുളങ്ങളൊക്കെ വയ്ക്കാറുണ്ടല്ലേ. അതെന്താ പറഞ്ഞാൽ അതിന് ആ ഒരു കൂളിങ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നമുക്ക് അങ്ങനെ വേണമെന്നില്ല, നമുക്കങ്ങനെ ടബൊന്നും വെക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ രാവിലെ നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഈ വേരിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകി വരണം. അപ്പോൾ നല്ലോണം അതിന് കൂളിങ്ങും അതിന് ഇഷ്ടപ്പെട്ട ആറ്റ്മോസ്ഫിയർ കിട്ടി തുടങ്ങും. അങ്ങനെ ടബ് വെച്ചാലും നന്നായിരിക്കും. നമുക്ക് സ്ഥലപരിമിതിയും പ്രശ്നങ്ങൾ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് അങ്ങനെ ടബ് വയ്ക്കാനൊന്നും പറ്റിയില്ലെങ്കിൽ ഇതുപോലെ റൂട്ടിൽ നന്നായിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ നല്ലോണം നനഞ്ഞിങ്ങനെ ഒഴുകി വീഴണം. അപ്പോൾ കണ്ടില്ലേ, ഞാനിങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഒഴിക്കുന്നത്. അപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ദൂരെ നിന്ന് മാറ്റി ഒഴിച്ചതാണ്. അപ്പോൾ അതിങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ കണ്ടില്ലേ, ഇനി റൂട്ടിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകി ഇങ്ങനെ വരുന്നതാണ് വാൻഡ ഓർക്കിഡ്സിന് ഏറ്റവും ഇഷ്ടമുള്ളത്. അപ്പോൾ ആ തണുപ്പും എല്ലാം നന്നായിട്ട് നനഞ്ഞ് ഒരു നേരം നന്നായിട്ട് നനച്ച് വിട്ടണം. നമ്മളിപ്പോൾ മഴയും വെയിലും ഒക്കെ കൊള്ളുന്ന ഏരിയ, നമുക്ക് മഴക്കാലമാണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് പറഞ്ഞാൽ ഒരാഴ്ചയൊക്കെ നമുക്ക് മഴ വിഷയമുള്ള കാര്യമില്ല. പിന്നെ തൊട്ട് കണ്ടിന്യൂസ് അതായത് തുടർച്ചയായിട്ട് മഴ വന്നുകൊണ്ടിരുന്ന നമ്മുടെ ചെടിയിൽ ചീച്ചിലും റൂട്ടിൽ ഒരുപാട് വെള്ളം കയറി പ്രശ്നം വരും. അപ്പോൾ നമ്മൾ മഴക്കാലത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരുപാട് തുടർച്ചയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് വാൻഡ ഓർക്കിഡ്സ് അല്ലെങ്കിൽ ഇതൊക്കെ നിൽക്കുകയാണെങ്കിൽ അതിന് വെള്ളം ഒരുപാടാകുമ്പോൾ നമുക്ക് ചീച്ചിൽ പ്രശ്നങ്ങൾ വരും. കാരണം അതിന് മീഡിയമില്ല, അതിന് ഡ്രൈ ആവാനുള്ള സമയമൊന്നും കിട്ടിയില്ലെങ്കിൽ അതിന് ആ റൂട്ടുകൾക്കെല്ലാം വെള്ളം ഓവറായ ചീച്ചിൽ വരുമല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് തുടർച്ചയായിട്ട് ഇപ്പോൾ ആഴ്ചയിൽ 1-2 വട്ടം മഴയൊക്കെ ആണെങ്കിൽ വിഷയമൊന്നുമില്ല. നമ്മൾ തുടർച്ചയായിട്ട് മഴ പെയ്യുന്ന സമയത്താണ് നമ്മുടെ ചെടി നനഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളതൊന്ന് ഷെയ്ഡിലോട്ട് മാറ്റി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓർക്കിഡിന് നമ്മൾ വെള്ളം കുറഞ്ഞാൽ ഒരു 1-2 ദിവസം വാൻഡ ഓർക്കിഡ്സിന് വിഷയമില്ലാതെ നിൽക്കും. പക്ഷേ വെള്ളം കൂടിപ്പോയാൽ ചീച്ചിൽ വന്നാൽ നമുക്ക് അതാണ് ഏറ്റവും സൂക്ഷിക്കേണ്ടത്. ഇത് കണ്ടില്ലേ, ഒരു സീഡ്ലിങ് തൈയാണ്. ഇതുപോലെ പൊട്ട് ചെയ്ത് വെച്ചാൽ മതി. കുറച്ച് നാൾ ശേഷം അതിൻ്റെ വേരുകൾ ഇതുപോലെ ഹാങ് ചെയ്ത് വളർന്നു തുടങ്ങിക്കോളും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ. അപ്പോൾ ഇതിൽ ചില പ്ലാന്റ്സൊക്കെ സെയിലിനായിട്ട് വെച്ച പ്ലാന്റ്സും ഉണ്ട്, ഫ്ലവറിങ്ങോടുകൂടി തന്നെ. അപ്പോൾ വാൻഡ ഓർക്കിഡ്സിന് ആവശ്യമുള്ളവർ വാട്സപ്പായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. കണ്ടോ, ഈ ഒരു ഓർക്കിഡിൽ കണ്ടോ ഫ്ലവർ വന്നിട്ടുണ്ട്, അതോടൊപ്പം തന്നെ അതിൻ്റെ ചോട്ടിൽ കണ്ടില്ലേ തൈയും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ലവറൊക്കെ പോയ ശേഷം ഈ തൈ സെപ്പറേറ്റ് ചെയ്യുന്നത് നല്ലത്. അപ്പോൾ നല്ല മെച്യൂർഡായിട്ടുള്ള വാൻഡയിൽ കണ്ടില്ല ഇതുപോലെ തൈകൾ ചോട്ടിൽ നിന്ന് വരും. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിൽ കൂടി, നമ്മളിപ്പോൾ വാൻഡയ്ക്ക് തൈ വരുന്നില്ല എന്നൊക്കെ ചിലർ പറയാറുണ്ട്. പക്ഷേ നമ്മൾ അതിൻ്റെ ലൈറ്റിങ്ങും ആ വാട്ടറിങ്ങും ഒക്കെ നല്ല അറ്റ്മോസ്ഫിയർ കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഹെൽത്തി ആയിട്ട് പൂക്കളും വരും, അതുപോലെ തന്നെ തൈകളും വരും. ഈ ഒരു പ്ലാന്റിൽ അത് അങ്ങനെ വന്നതായിരുന്നു. ഫ്ലവർ വന്ന സമയത്ത് തന്നെ അതിൻ്റെ ചുവട്ടിൽ പുതിയൊരു തൈയും വന്നു. പിന്നെ വാൻഡ ചെടികൾ അങ്ങനെ ഒച്ചുകൾക്കുള്ള ശല്യം കുറവാണ്. കാരണം ഇതിൻ്റെ ഇലയൊക്കെ നല്ല കട്ടിയായതുകൊണ്ട് അതിൻ്റെ ഇലയിൽ അങ്ങനെ കടിക്കാറില്ല. പക്ഷേ അതിൻ്റെ പൂക്കൾ വരുമ്പോൾ സൂക്ഷിക്കണം, അതിൻ്റെ പൂക്കൾ തിന്ന് നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒച്ചിൻ്റെ കാര്യത്തിൽ നമുക്ക് മഴ സമയത്തും ഈർപ്പം ഒരുപാടുള്ള സമയത്തൊക്കെ നിലത്താണ് വെച്ചിരുന്നെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്.
അപ്പോൾ കുറച്ചും കൂടെ ഹാങ് ചെയ്തിടുന്നതായിരിക്കും നമുക്ക് കുറച്ചും കൂടെ കെയർ ചെയ്യാൻ നല്ലത്. വാൻഡ ചെടികളുടെ റൂട്ട് ഒരുപാട് താഴോട്ട് ഇറങ്ങി വരുന്നതുകൊണ്ട് കൂടുതൽ എല്ലാവരും ഹാങ് ചെയ്തിടുന്നത്. പക്ഷെ നമുക്ക് ഹാങ് ചെയ്തിടണമെന്നില്ല. നമുക്കിപ്പോൾ അങ്ങനെ സാഹചര്യം കുറവാണെങ്കിൽ നമുക്ക് നിലത്ത് ഒരു പോട്ടിൽ നമുക്ക് അങ്ങനെയും ഫിറ്റ് ചെയ്ത് നമുക്ക് അങ്ങനെയും നട്ടു വയ്ക്കാം. പക്ഷേ നമുക്ക് ഇതുപോലെ മൊക്കാറ ചെടികളെ പോലെ നടുക്കൊരു പൈപ്പൊക്കെ വെച്ച് കെട്ടി വെക്കേണ്ടി വരും. കാരണം അതിൻ്റെ വെയിറ്റും ഫ്ലവറിൻ്റെ ഇത് കാരണം ചിലപ്പോൾ മറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഹാങ് ചെയ്തിടണമെന്നില്ല. പക്ഷെ നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ അത് നിലത്ത് ചെടിച്ചട്ടിയിൽ നമുക്ക് അങ്ങനെയും പോട്ട് ചെയ്ത് വെക്കാൻ സാധിക്കും. അപ്പോൾ ഓർക്കിഡ്സ് ഇഷ്ടമുള്ളവർക്ക് വാൻഡ ഓർക്കിഡ്സിൻ്റെ മാത്രമല്ല ഡെൻഡ്രോബിയത്തിൻ്റെയും ഫെൻലോപ്സിസ് ചെടികളുടെയും എല്ലാ വെറൈറ്റി ഓർക്കിഡ്സിൻ്റെയും സെയിൽ ചെയ്യുന്നുണ്ട്, ഓൺലൈൻ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓർക്കിഡ്സ് ആവശ്യമുള്ളവർ വാട്സപ്പുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. നമ്പർ ഡിസ്ക്രിപ്ഷനിലും പിന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റ് കണ്ടില്ലേ ബഡായിട്ട് വന്നത്, അത് ഫ്ലവർ വന്നിട്ടുള്ള വീഡിയോയും കൂടെ ഞാൻ എടുത്തിരുന്നു. കണ്ടില്ലേ നല്ല ഷെയ്ഡാണിത്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവറാണ്. അത് നമ്മൾ ഫ്ലവറിൻ്റെ കാര്യം പ്രത്യേകിച്ച് ഇതുപോലെ ഉറുമ്പുകൾ, പ്രാണികൾ അങ്ങനെയുള്ളതും വരാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് ഫ്ലവറിനെ നശിപ്പിക്കാറുണ്ട്. അപ്പോൾ അതിനുള്ള നമ്മൾ നല്ലൊരു ഇൻസെക്ടിസൈഡ് ആഴ്ചയിൽ ഒരിക്കലും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ പ്രാണികൾ വന്ന് കടിച്ച് ആ പൂവിൻ്റെ ലൈഫ് കുറയാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ സെയിൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേര് പ്ലാന്റ്സ് വാങ്ങിച്ചിരുന്നു. എല്ലാവർക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനിയും കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സ്, കുറച്ച് കളേഴ്സ് ബാക്കിയുണ്ട് ഡെൻഡ്രോബിയം ഫ്ലവേഴ്സിൻ്റെ. താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്